ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് ട്യൂസ്ഡേയുടെ എനർജി എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് പായൽ സെലക്ഷൻ നടത്താം. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ജാനുവരി 7th ട്യൂസ്ഡേയുടെ എനർജി എന്താണ്. പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വരുന്നത്. ഈ ഒരു കാർഡിൽ പറയുന്നത് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തുടങ്ങണം, അങ്ങനത്തെ ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊരു പേഷ്യൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. സമാധാനപരമായിട്ട് ആ ഒരു കാര്യം കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഓർഡർ, അതായത് കറക്റ്റ് ഓർഡറിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രയോറിറ്റൈസ് ചെയ്യുക, മുൻഗണന കൊടുക്കുക. അതും ഇന്നത്തെ ദിവസം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പിന്നത്തോട്ട് മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ റീസൺ എന്താണ്, അതും കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്ത് വന്നിട്ട് കുറച്ച് പേർക്ക് നിരാശയുടെ എനർജി ഉണ്ടാകുന്നുണ്ടാകാം. അതായത് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒത്തിരി പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് പുതിയൊരു സ്റ്റാർട്ട് കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്നും മുന്നോട്ട് വരാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ എന്തോ ലാക്ക് ഉണ്ട്. ആ ഒരു ടെൻഷൻ, ആ ഒരു എനർജിയും കുറച്ച് പേരുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടാകാം. അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിലും നിരാശപ്പെടാതിരിക്കുക. കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് കാണുക. നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ട്, നിങ്ങൾ കൊടുക്കുന്ന പോസിറ്റീവ് എനർജി ഒരിക്കലും നഷ്ടമായി പോകത്തില്ല. അത് നിങ്ങളുടെ അടുത്തോട്ട് തന്നെ തിരിച്ചു വരുന്നതാണ്. അപ്പോൾ ആ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട്, കുറച്ചും കൂടെ ആത്മീയമായിട്ടുള്ള സ്പിരിച്വൽ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇവിടെ ഡെവിളിൻ്റെ എനർജി വന്നിട്ട് കുറച്ച് പേർക്ക് എന്തെങ്കിലും നിന്നു പോയിട്ടുള്ള കാര്യങ്ങൾ, ഡിനൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു ദിവസം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ടോക്സിക് സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾക്ക് ചേരാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് മാറിപ്പോകുന്നതുമായിരിക്കാം. അതൊരു ഡിവൈൻ പ്രൊട്ടക്ഷനായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യുന്നതാണ്. ചിലപ്പോൾ നമുക്ക്, പക്ഷേ നമ്മളുടെ ആ ഒരു 3D റിയാലിറ്റിയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്കത് ഒത്തിരി വിഷമം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാം. എന്തുകൊണ്ടിട്ടാണ് എന്നിൽ നിന്ന് അത് വിട്ടുപോയത്, എന്തുകൊണ്ടിട്ടാണ് എനിക്ക് മാത്രം അവിടെ ഒരു ബ്ലോക്ക് സംഭവിച്ചത്. പലപ്പോഴും അത് ബ്ലെസ്സിങ് ആയിരിക്കും. അപ്പോൾ ആ ഒരു എനർജിയും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സംഭവിക്കുന്നുണ്ടാകാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ പോസിറ്റീവ് മെൻറ്റാലിറ്റിയോട് കൂടി കാണാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, കണ്ടോ 5 ഓഫ് സോഡ്സിൻ്റെ എനർജി. എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നിട്ട് പുറത്ത് കടക്കാനായിട്ട് ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഒരു ഗ്യാസ് ലൈറ്റിംഗ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് മറ്റുള്ള ഒരു വ്യക്തിയുടെ ഒരു എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന ഒരു എനർജി ആയിരിക്കാം. നെഗറ്റീവായിട്ട് പറയുക. ഓക്കെ, എന്തെങ്കിലും മെൻ്റൽ ടെൻഷനിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു എനർജിയിലിരിക്കുക. അവിടെ ഒത്തിരി ചേഞ്ചസ്, ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമായിട്ടും ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് മുന്നോട്ട് വരാനായിട്ട് അവിടെ ഒരു ഹീലിംഗ്, പ്രൊട്ടക്ഷൻ, സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിൽ വന്നിട്ട് ഇവിടെ ദ വേൾഡിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം വേൾഡിൻ്റെ എനർജി, അല്ലെങ്കിൽ കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൻ്റെ എനർജി കുറച്ചൊന്ന് കെയർഫുള്ളായിട്ടിരിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ള ആ ഒരു എനർജി ഫീൽഡ്, നിങ്ങളുടെ ഓറ കുറച്ചൊന്ന് ക്ലെൻസ് ചെയ്യാനായിട്ട്, സംരക്ഷിച്ച് നിർത്താനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇവിടെ വന്നിട്ട് ഈഗോ ക്ലാഷസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഈഗോ നിങ്ങളുടെ ഉള്ളിൽ വർക്ക് ആകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തിനെ മീറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയായിട്ടുള്ള ആ ഒരു കോൺവെർസേഷൻ, ആ ഒരു എനർജി എക്സ്ചേഞ്ച് കുറച്ചൊന്ന് കെയർഫുള്ളാകുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് വന്നിട്ട് എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലൈഫിൽ കൊണ്ടുവരാനായിട്ട്, ഇത് വേണം, ഇത് നേടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ടഫായിട്ടുള്ള ഒരു കാര്യം മറികടന്നാൽ മാത്രമായിരിക്കും ആ ഒരു കാര്യം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ ഏസ് ഓഫ് വോൺസ് വന്നിട്ടും
നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ബോഡി കുറച്ചൊന്ന് ടേക്ക് കെയർ ചെയ്യാനായിട്ട്, ഹെൽത്ത് കുറച്ചൊന്ന് ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യൂസേജ് ആയിരിക്കാം, നമ്മൾ കാണുന്ന കണ്ടൻ്റ് ആയിരിക്കാം, ന്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജലസിയുടെ എനർജി, മറ്റുള്ളവരെ കുറിച്ചിട്ട് കുറ്റം പറയുക, അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അതെല്ലാം നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ, നിങ്ങളുടെ എനർജീനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, മാനിപ്പുലേറ്റീവ് എനർജിയിൽ നിന്ന് മാറിയിരിക്കാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അതുപോലെ തന്നെ ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ എനർജിയും വരുന്നുണ്ട്. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്സിൽ എന്തെങ്കിലും ഒരു ഹീലിംഗ് വരുന്നുണ്ടാകാം. വ്യക്തിബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറികടക്കാനായിട്ടും കുറച്ച് പേരെ സഹായിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഈ ഒരു ഈഗോ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാകാം. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ ഒരു 7 ഓഫ് പെൻറ്റക്കിൾസിൽ പറയുന്നത് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്, ഇതുവരെ നിങ്ങൾക്ക് നേടാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആഘോഷിക്കാനായിട്ട് അത് കുറച്ചും കൂടെ അഭിമാനത്തോടു കൂടി കാണാനായിട്ടും ശ്രമിക്കുക. അതും നിങ്ങളെ ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളെ കുറച്ച് കാണാതിരിക്കുക മെയിനായിട്ട്. ഓക്കെ, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ട്യൂസ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ജാനുവരി 7th ട്യൂസ്ഡേയുടെ എനർജീസ് എന്താണ്. പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ എനർജീസ് എന്താണ് ഗൈഡൻസ് ഉള്ളത്. താങ്ക് യു. ഇവിടെ വന്നിട്ട് 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. 7 ഓഫ് സോഡ്സിൻ്റെ എനർജി, ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി, ബാക്കിൽ 3 ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്സ്, അതുപോലെ തന്നെ 4 ഓഫ് സോഡ്സിൻ്റെ എനർജി വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് എന്തെങ്കിലും ടഫായിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷന്, നിങ്ങളുടെ എനർജിക്ക് ചേരാത്ത എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക, അവിടെ നിന്ന് മാറിയിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ വന്നിട്ട് കുറച്ചൊരു ട്രബിൾഡ് വാട്ടേഴ്സിൻ്റെ എനർജി, ഇമോഷണലി കുറച്ചൊരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിലും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഡിസിഷൻസ് എടുത്തിട്ട് നിങ്ങളുടെ എനർജി ബാലൻസിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, പീസ് സമാധാനത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൗഡ് വൺസ്, നിങ്ങൾ സ്നേഹിക്കുന്നവർ, അവർക്ക് കുറച്ചൊരു സംരക്ഷണം, പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ടും ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അവിടെ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട്, ഒരു യൂണിറ്റി, ഒത്തൊരുമയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ 7 ഓഫ് സോഡ്സിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് തോന്നുന്നുണ്ടാകാം അത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, എനിക്കത് എന്താ പറയുക പറ്റുന്നില്ല, അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് വന്നിട്ട് പല കാര്യങ്ങളെക്കുറിച്ചിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട്, ഈ ഒരു വ്യക്തി എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തികളുടെ എനർജീസ് എങ്ങനെയാണ് വർക്കാകുന്നത്, എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ അഭിമുഖീകരിക്കുന്നത്, അതെല്ലാം കുറച്ച് പേർക്ക് മനസ്സിലാകാനായിട്ട് ഇന്നത്തെ ദിവസം ആ ഒരു എനർജി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങളതിനെ കുറച്ചും കൂടെ ഒബ്സർവ് ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഓവറായിട്ടുള്ള റിയാക്ഷൻ കൊടുക്കാതിരിക്കുക. ഓക്കെ, ആവശ്യമുള്ള സമയത്ത് നിങ്ങളുടെ എനർജി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ ഹീലിങ്ങിൻ്റെ എനർജിയാണ്. എന്തെങ്കിലും ടഫായിട്ടുള്ള സിറ്റുവേഷൻ, ടെമ്പററി ആയിട്ടുള്ള കാര്യമായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നടന്നത്, താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടെങ്കിലും അത് ഹീൽ ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് പാസ്റ്റിൽ എന്തെങ്കിലും തെറ്റായ തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് ആ ഒരു ഇമോഷണൽ ഡാമേജ് നിങ്ങളുടെ ലൈഫിലും മറ്റുള്ളവരുടെ ലൈഫിലും എന്ത് ഡാമേജാണ്, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണ് സംഭവിച്ചത്, അവിടെ എന്താണ് ക്ലിയർ ആക്കേണ്ടത്, ആ ഒരു എനർജിയിലോട്ടും വരാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം.
ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ പാസ്റ്റ് മിസ്റ്റേക്സ് ക്ലിയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് നിങ്ങളുടെ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ എനർജി ആയിരിക്കും. ആ ഒരു വ്യക്തി ലൈഫിൽ കുറച്ചൊരു പോസിറ്റീവായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നുണ്ടാകാം, തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ആ ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളെ ഫൂളിഷ് ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കുറച്ചൊന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ട്, അതിനോട് നോ പറയാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ക്യൂൻ ഓഫ് കപ്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അറിയാം എന്താണ് ആ ഒരു പേഴ്സൻ്റെ മോട്ടീവ് വന്നിട്ട്, നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അറിയാം എന്താണ് സംഭവിക്കുന്നത്. അതുകൊണ്ടിട്ട് കുറച്ചൊരു സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട്, ആ ഒരു കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ മെയിനായിട്ട് പറയുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻസ് അല്ലെങ്കിൽ ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന എനർജിയിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ഇന്നത്തെ ദിവസം വന്നിട്ട് കുറച്ചൊരു സ്നേഹം, കമ്പാഷൻ്റെ എനർജി കൊടുക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളെയും മറ്റുള്ളവരെയും ഓവറായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒബ്സർവ് ചെയ്യുക, എന്താണ് സംഭവിക്കുന്നത്, എവിടെയാണ് എനർജീസ് വർക്കാകുന്നത്, എവിടെയാണ് ഞാൻ എൻ്റെ എനർജി കുറച്ചൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് ഞാൻ സംസാരിക്കേണ്ടത്, അതെല്ലാം കുറച്ചൊന്ന് വാച്ച് ചെയ്യുക. ഈ ഒരു സ്നേഹം, കമ്പാഷൻ്റെ എനർജിയോടുകൂടി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അത് ഈ ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള നിങ്ങൾക്ക് വിഷമം നൽകുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ഹീൽ ചെയ്ത് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ജസ്റ്റിസിൻ്റെ എനർജി ആയിരിക്കാം, നീതി, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ബാലൻസിലോട്ട് വരാനായിട്ടും നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ സിറ്റുവേഷൻസ് മനസ്സിലാക്കുക, മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ഒരു കാര്യം തന്നെ ഓർത്ത് വിഷമിക്കാതിരിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, മുന്നോട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ആ ഒരു ഒഴുക്കിനൊത്ത് ഫ്ലോയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ദിവസം വന്നിട്ട് അത് പീസ്ഫുള്ളി ലൈഫ് ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡിസിഷൻസ്, ചോയ്സസ്, നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേർഡ്സ് കുറച്ചും കൂടെ കെയറിങ് ആയിട്ടിരിക്കാനായിട്ട്, സ്നേഹത്തിൻ്റെ ആയിട്ട് ഇരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളോടും മറ്റുള്ളവരോടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ ട്യൂസ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.